വർഷം എത്ര പഴകിയാലും, അബ്രഹാമേ 100 വയസ്സായാലും, വർഷം എത്ര കഴിഞ്ഞാലും, നിന്റെ അകത്ത് വാഗ്ദത്തത്തിന്റെ ഒരു സീഡ് ഒരു വീണിട്ടുണ്ടെങ്കിൽ 100ാമത്തെ വയസ്സിലും നിനക്ക് തലമുറ ഉണ്ടാകുമെന്ന്. Thank you, Jesus. ഞാനൊരു വാക്യം വായിപ്പിക്കാൻ പോവാ. വർഷം എത്ര കഴിഞ്ഞാലും ദൈവം ഇട്ടൊരു വിത്ത് അതിന്റെ ടൈമിൽ കിളിക്കും. അതിനുള്ള കൃത്യമായ സാഹചര്യവും അതിന്റെ കറക്റ്റ് സീസണും അതിന്റെ സമയവും വരുമ്പം ഒന്നിനും അതിനെ തൊടാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഞാനൊരു വാക്യം വായിക്കാൻ പോവാ. Are you ready? How many people are excited here? Yes, yes. പിശാചിന് സഹിക്കുന്നില്ല. പിശാചിന് സഹിക്കുന്നില്ല. കാരണം ദൈവജനത്തിന്റെ മേളിൽ അവരുടെ ജീവിതത്തിന്റെ നന്മയുടെ ഒരു ടൈം തുറക്കാൻ പോവാ. Yes, amen. Receive it, man of God. Receive it. വാക്യം ഇതാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ഗലാത്യർ 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ, but when the fullness of the time, കാലസമ്പൂർണത എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ടൈം, for the time was come, സമയമായപ്പം, ദൈവത്തിന്റെ സമയമായപ്പം, ദൈവത്തിന്റെ കൃത്യ സമയമായപ്പം, ഉൽപ്പത്തിക്കകത്ത് പറഞ്ഞ വാഗ്ദത്തം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എനിക്കൊന്ന് ശാന്തമായി പ്രസംഗിക്കണമെന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഉറങ്ങിയതിന്റെ അത്രയും ഞാൻ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ കഴിച്ച ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ I can't describe that. Amen. Jesus. പറ്റുന്നില്ല പാസ്റ്റേ, പറ്റുന്നില്ല. ഒരു റിവൈവലിന്റെ ടൈം തുറന്നു കിടക്കുക. സഭയുടെ മേളിൽ ഒരു ഉണർവിന്റെ സമയം. ലേസിയാകരുത്. വീണ്ടും പറയുന്നു, ലേസിയാകരുത്. The Lord will judge you. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. കാലങ്ങളും നൂറ്റാണ്ടുകളും വർഷങ്ങളും നൂറ്റാണ്ടുകളും പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ദൈവമനുഷ്യന്റെ അകത്ത് ആത്മാവ് ഇടപെടുകയാണ്. But when the fullness of the time was come, the time was come. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അതിന്റെ 14-15 വാക്യങ്ങളിൽ ദൈവം പറഞ്ഞ ദൂതാണിത്. പറഞ്ഞത് പിശാചിനോടാണ്. ദൂത് ആലോചന ദൈവം അറിയിച്ചത്, വാർണിംഗ് ചെയ്തത് പിശാചിനോടാണ്. അതിന്റെ 14-15 വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ പാമ്പിനോട് കൽപ്പിച്ചത് പാമ്പിനോട് പറഞ്ഞതെന്നല്ല. Yes, amen.
Amen. പിശാചേ, നിനക്ക് നിന്നോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്ക് ചിലത് കൽപ്പിക്കാനേ ഉള്ളൂ. ദൈവത്തിന്റെ മക്കൾക്ക് ആരാധിക്കാം, പിശാചിന്റെ സന്തതികൾ മിണ്ടാതിരിക്കാം. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്. Are you ready to Yes. Yes. command it something here? Yes. Come on, man of God. Command it. Yes. Command it. Yes. Not requesting, not asking. Yes. In the name of Jesus. Command it. യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനം വിട്ടുപോ, യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറ വിട്ടുപോ, യേശുവിന്റെ നാമത്തിൽ. Let's go. ബൈബിളിൽ എല്ലായിടത്തും ഞാൻ കാണുന്ന പാസ്റ്റർ, നീ ഇത് ചെയ്തതുകൊണ്ട് പിശാചിനെ നോക്കി, സർപ്പത്തെ നോക്കി. ദൈവം പറയുന്നു, നീ ഇത് ചെയ്തതുകൊണ്ട്, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദൈവം പറയും, നീ ഇത് ചെയ്തതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം ചെയ്യും. Amen. നിന്റെ ഇന്ന് നിങ്ങളെ നോക്കി ആത്മാ പറയുന്നു, പിശാചേ, ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ നീ എന്നെ ദുഃഖിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ദൈവം പറയുന്നു, ഞാൻ വേറെ ചിലത് ചെയ്യും. ആരാധിക്കണം. വെറുതെ മടങ്ങി പോകത്തില്ല ഇതിനകത്ത്, വെറുതെ മടങ്ങി പോകത്തില്ല ഇതിനകത്ത്. ഒരെണ്ണം ഇന്ന് വെറുതെ മടങ്ങി പോകത്തില്ല ഇതിനകത്ത്. ദൈവം നമ്പർ 1, ദൈവം അവനോട് കൽപ്പിച്ചു. വാക്യം നോക്കാം. കൽപ്പിച്ചു, പറയുവല്ല, അപേക്ഷിക്കുവല്ല, റിക്വസ്റ്റ് ചെയ്യുവല്ല, കൽപ്പിച്ചു. കമാൻഡ്. എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് പിശാചേ, ഡൈനോസർ വരെ അനുഗ്രഹത്തിന്റെ കീഴിലായിരിക്കും. ദൈവം പറയുന്നു, പക്ഷേ പിശാചേ, നീ മാത്രം ശപിക്കപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് വേറെ ഒന്നിന്റെ മേളിലും ഈ കേഴ്സ് ഇല്ല. പശുവിന്റെ മേളിലില്ല, കാളയുടെ മേളിലില്ല, കഴുതയുടെ മേളിലില്ല, പുലിയുടെ മേളിലില്ല. എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ മാത്രം ശപിക്കപ്പെട്ടിരിക്കും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് പറയാവോ, ശപിക്കപ്പെട്ട പിശാച് പറയുന്നതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. Because we are the blessed generation. We are the seed of Abraham. അന്ന് മുതൽ സാത്താൻ ഈ ദൂതിന്റെ പുറകില. മോശ ജനിച്ചപ്പോൾ അവൻ ദിവ്യ സുന്ദരനായിരുന്നു. സൈറ്റനിക് റിലം, സ്പിരിറ്റ് വേൾഡ് അവനെ ടാർഗറ്റ് ചെയ്തു. അവനായിരിക്കുമോ ഈ വരാനുള്ള മസായ എന്നവൻ ചിന്തിച്ചു. അതുകൊണ്ട് ഫറവോന്റെ അകത്ത് അവൻ വർക്ക് ചെയ്ത് പറഞ്ഞു,
കുഞ്ഞുങ്ങളെ മൊത്തം തീർത്തേര്. വാഗ്ദത്ത സന്തതി റേസ് ആകരുത്. എഴുന്നേറ്റ് വരല്. മസായ വരരുത്. കാരണം നിനക്കില്ലാത്ത വിശ്വാസ സാത്താനുണ്ട്. തകർക്കുമെന്ന് പറഞ്ഞാൽ എന്റെ ദൈവം തകർക്കുമെന്ന് പറഞ്ഞാൽ തകർത്തിരിക്കും. തുറക്കുമെന്ന് പറഞ്ഞാൽ തുറന്നിരിക്കും. അടയ്ക്കുമെന്ന് പറഞ്ഞാൽ അടച്ചിരിക്കും. മോശയാണെന്ന് കരുതി, ശിംശോനാണെന്ന് കരുതി, അങ്ങനെ അന്വേഷിച്ച് അവനിങ്ങനെ നിൽക്കുകയാണ്. വർഷങ്ങൾ 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 വർഷങ്ങൾ. എന്നായിരിക്കും അവൻ വരുന്നത്? എന്നായിരിക്കും അവൻ വരുന്നത്? സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുന്നവൻ, എൻ്റെ തലയെ തകർക്കാനുള്ളവൻ, എന്നായിരിക്കും അവൻ വരുന്നത്? യഹോവയായ ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്നായിരിക്കും നടക്കുന്നത്? എന്നാൽ ബൈബിൾ പറയുന്നു ഗലാത്യർ 4:4, but when the fullness of the time, ആ സമയം വന്നപ്പോൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തം ഈ ഭൂമിയിൽ എഴുന്നേറ്റ് നടക്കാൻ വെച്ച ഒരു ടൈം. പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ദൈവത്തിന്റെ അഭിഷിക്തനെ കുറിച്ചും സഭയെ കുറിച്ചും നിന്നെ കുറിച്ചും നിന്റെ കുടുംബത്തെ കുറിച്ചും മനസ്സിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പിശാചെ നിനക്ക് ഭയത്തോടെ. ഇത് പിശാച് പേടിച്ചിട്ട് ചെയ്യുന്നതാണ്. മോശയെ കൊല്ലാൻ നോക്കുന്നത് പേടിച്ചിട്ട് ചെയ്യുന്നതാണ്. യേശു കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത് അവൻ ശക്തനായതുകൊണ്ടല്ല, അവൻ ഭീരുവായതുകൊണ്ടാണ്. പേടിച്ചിട്ടാണ്. പേടിച്ചിട്ടാണ്. ഇപ്പോഴും ഉണ്ട് അവന്റെ അകത്തൊരു പേടി. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷഹിലായ് Bambakorobos Mankatala Mayantoro Katasabitoho നിന്നെ ആരെങ്കിലും പിന്നീന്ന് കുത്തുന്നെങ്കിൽ ഓർത്തോ, നീ മുന്നിലാണ്.